ഒരാൾ ഒരു നിർദ്ദേശം തരുന്നു. ആരാണ് ഒരാൾ കമ്പ്യൂട്ടർ ഒരാൾ നിർദ്ദേശം തരുന്നു. ചെന്നിട്ടെന്നറിയോ, ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർ മിഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതിനെന്തെന്നറിയോ, നമുക്ക് തോക്ക് മേടിക്കണം, സൈക്കിൾ മേടിക്കണം, കാറ് മേടിക്കണം. നമ്മുടെ ക്യാഷ് ഇല്ല, നമ്മുടെ പൈസ ഇല്ല. പൈസ ഉണ്ടാക്കാൻ വഴിയുണ്ട്. എന്നറിയോ, റോഡിൽ കൂടെ വെറുതെ നടന്ന നിരപരാധികളെ ഒരു തല്ലിന് 50 രൂപ, $50. ഒരു തല്ലിയാൽ $50, 2 തല്ലിയാൽ $100, കൊന്നാൽ $500. കുട്ടികൾക്ക് തോക്ക് മേടിക്കാനും എന്ത് ചെയ്യും, ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവർക്ക് പൈസ ഉണ്ടാക്കണ്ടേ? അതെന്ത് ചെയ്യും, വഴി കാണുന്ന നിരപരാധികൾ മുഴുവൻ തല്ലും കൊല്ലും. അവനെ ചവിട്ടും പൊത്തും കത്തി കൊടുത്ത് കൊല്ലുന്നു. അടുത്ത ഷോപ്പിൽ അവന് 50 രൂപ ആകും, പോരാ 100 രൂപ ആകും. 150 രൂപ തൊട്ടടുത്ത് കടയിൽ ചെന്നിട്ട് ഒരു കത്തി വാങ്ങും. ഗെയിമിൽ തന്നെ ഉള്ള കത്തി മേടിച്ചുകൊണ്ട് പിന്നെ ആൾക്കാരെ പെട്ടെന്ന് കുത്തി കൊല്ലാൻ പറ്റും. അപ്പൊ $500 കിട്ടും. 25,000 രൂപ കൊടുത്ത് അവന് തോക്ക് മേടിക്കുന്നു. ആ തോക്ക് മേടിച്ചിട്ട് പെട്ടെന്ന് കുറെ ഏറെ പേരെ കൊല്ലുന്നു. ഇഷ്ടംപോലെ പണക്കാരനാണ്. ഇങ്ങനെ കളിക്കുന്ന ഒരു കുട്ടി, അവന്റെ ബ്രെയിൻ ഉറയ്ക്കുന്ന പ്രായത്തിൽ ഇങ്ങനെ കളിക്കുന്ന കുട്ടി ആരായി തീരും? പറയൂ നിങ്ങൾ നിങ്ങളറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഒരു അക്രമവാസന ഉണ്ടാകും. അക്രമവാസന നിങ്ങൾക്ക് കൊല്ലുന്നു തരുന്ന വിഷയമായിട്ട് മാറുകയുള്ളൂ. അപ്പൊ തീർച്ചയായും നിങ്ങൾ അത്തരം കേൾക്കണം. നിങ്ങളുടെ പേരൻസ് ഒരിക്കലും അവയർനെസ് അല്ല. ആ കൊച്ചെന്ത് ചെയ്യും, അവൻ ഒടുക്കുന്ന മര്യാദയ്ക്ക് ആ മുറിക്കകത്ത് നിന്ന് പഠിക്കുക. ഇപ്പൊ പഠിക്കുന്ന മൊത്തം മൊബൈലിലാണല്ലോ എന്ന് പറയുക. തീർച്ചയായും ചെയ്യാൻ പാടില്ല. ടീച്ചർമാർ ഇഷ്ടം കൊടുക്കണം. ഒരിക്കലും അടച്ചിട്ട മുറിയിൽ നിന്നുകൊണ്ട് മൊബൈലോ കമ്പ്യൂട്ടറോ വെക്കാൻ സമ്മതിക്കുകയും ചെയ്യരുത്. അടച്ചിട്ട മുറിയിൽ അവരൊരു പബ്ലിക് ഓപ്പൺ പ്ലേസിൽ വന്നിരുന്ന് ചെയ്യട്ടെ മൊത്തം. മനസ്സിലാകുന്നുണ്ടോ? തീർച്ചയായും അധ്യാപകർക്ക് റെസ്പോൺസിബിലിറ്റി, കുട്ടികൾ മാതാപിതാക്കളുണ്ട്. ഫോൺ കൊണ്ടുവരാൻ പാടില്ല, ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ അതിന്റെ കാര്യം ഞാൻ പറയാം. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ആരാകുന്നു അതിനെ എതിർത്ത് തകർക്കുന്ന നിങ്ങളുടെ ഒരു നല്ല കരിയറിന്